വീണ്ടും കൊടുങ്കാറ്റ് നാശം വിതച്ചു. തകർന്നത് 4 വീടുകൾ. അമ്പലപ്പുഴ, കാക്കാഴം, വളഞ്ഞവഴി എന്നിവിടങ്ങളിലായാണ് കൊടുങ്കാറ്റ് വീണ്ടും ദുരന്തമായി എത്തിയത്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ അതിശക്തമായ കാറ്റിൽ കൊപ്പാറക്കടവ് തെക്ക് ഭാഗത്ത് 3 വീടുകളുടെ മേൽക്കൂരയാണ് തകർന്നത്. പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് കാറ്റടിച്ച് ഷീറ്റും മറ്റേ ഓടുമെല്ലാം അടിച്ച് താഴെ കളഞ്ഞത്. ഏതാണ്ട് ഒരു 6:30 ആയിട്ടുണ്ട്. അന്ന് പിള്ളേരുമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓർക്കപ്പുറത്ത് അത്ഭുതകരമായിട്ടാണ് പിള്ളേരെ രക്ഷപ്പെട്ടത്. കറുകപ്പറമ്പ് ഉദയകുമാർ, അരുണ്യവാസിൽ ഹരിദാസ്, കൊച്ചു കറുകപ്പറമ്പിൽ പുഷ്കരൻ എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരകളാണ് തകർന്നത്. 6:30 ആയിട്ടുണ്ട്. 6 മണിയായപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു കാറ്റ് ഇങ്ങനെ വന്നിട്ട് ആദ്യം തന്നെ ഞങ്ങൾ അപ്പുറം കുഴിയുണ്ടായിരുന്നു. അത് മറിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് വന്ന് കാറ്റടിച്ചിട്ട് ഈ സീറ്റെല്ലാം അപ്പുറത്ത് കിഴക്കോട്ട് പോയിട്ട് കുറച്ച് പോയാലും നമ്മൾ അപ്പുറത്തോട്ട് വീണു. ഇതിന്റെ കിഴക്കേ മുറിയിലോട്ട് വീണിട്ട് ആ സീറ്റെല്ലാം പൊട്ടിക്കിടക്കുക. പൊട്ടിയിട്ട് ഞങ്ങൾ പിന്നെ അത് ഒന്നും ചെയ്യാനായിട്ട് കയറാൻ പറ്റുന്നില്ല. മൂടൽപ്പരക്ക് മാറ്റി കളയാൻ വേണ്ടിയിട്ട് അതെല്ലാം എൻ്റെ മുകളിൽ കിടക്കുക. ഈ മഴ മാറിയിട്ടെല്ലാം പറ്റി കളഞ്ഞിട്ട് വേണം ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസത്തിനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടില്ല. ശക്തമായ കാറ്റിൽ ഇവ നിലം പതിക്കുകയായിരുന്നു. 3 വീടുകളിലും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും തലനാരിഴയ്ക്കാണ് ഇവരുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഞങ്ങൾ TV കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പോയൊന്ന് കടക്കണമെന്ന് വിചാരിച്ചതാ, വയ്യാത്തതുകൊണ്ട്. അന്നേരമാണ് ചേട്ടൻ പറയൂടി കാറ്റും മഴയും വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ അയ്യോ എന്നാ കാറ്റ് ഈ വരുന്നത്. അപ്പം ചേട്ടൻ പറഞ്ഞു, ഇടി എന്ത് ചെയ്യുമെന്ന് പറയുകയല്ല, ഈ ഷീറ്റ് മൊത്തം പറന്ന് ഞങ്ങൾ നിൽക്കുന്നിടത്ത് വന്ന് വീട്. പക്ഷെ ഞങ്ങൾ നിന്ന് ആ പാട്ടിന് ഒന്നും സംഭവിച്ചില്ല. ഞാൻ കടന്ന് കൂവില്ല. എനിക്കാണ് കണ്ണിൽ ഇരുട്ടും കയറി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാനങ്ങ് പേടിച്ചു പോയി. പിന്നെ ചേട്ടൻ എല്ലാവരും വിളിച്ചപ്പോൾ അപ്പുറം ഇപ്പുറം എല്ലാവർക്കും അപകടമായിരുന്നു. ഇതുപോലെ തന്നെ അവിടെ എല്ലാം വരെയും പോയി. കിടപ്പുമുറികളും അടുക്കളയും ഉൾപ്പെടെ തകർന്നു. പുഷ്കരന്റെ പുരയിടത്തിൽ നിന്ന കൂറ്റൻ പുളിമരം കാറ്റിൽ കടപുഴകി. വളഞ്ഞവഴി പടിഞ്ഞാറ് വെളിമ്പറമ്പ് മുഹമ്മദ് കുഞ്ഞിന്റെ വീടിന് മുകളിൽ മരം വീണ് മേൽക്കൂര തകർന്നു. ഈ പ്രദേശത്ത് അതിരൂക്ഷമായ വെള്ളക്കെട്ട് മൂലം വീട്ടുകാർക്ക് പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. കൊച്ചു മരുന്ന് മേടിച്ച് കൊച്ചു മൂട്ടിഞ്ഞ് ഇനി എനിക്ക് വയ്യ. ഈ പെരയും കൂടെ റെഡിയാക്കാനൊക്കെ ഞങ്ങളെ കൊണ്ട് മാർഗം കിട്ടി.